ഡ്രിങ്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു ഇഫ്താർ ഡ്രിങ്ക് ആയിട്ടും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഫ്രൂട്ട്സോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് കഷ്കശ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കഷ്കശ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുതിർന്ന് വന്നോളും. ഇതൊരു സൈഡിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് തേങ്ങ ചിരകിയത് വേണം. 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക. ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന തേങ്ങ ആണെങ്കിൽ തണുപ്പൊക്കെ മാറിയ ശേഷം മാത്രം എടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ 2 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ചെറിയ 2 കഷ്ണം. ഇനി ഒരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല സാധാരണ വെള്ളം തന്നെയാണ് എടുക്കുന്നത്, തണുപ്പിച്ച വെള്ളമൊന്നുമല്ല. ഇതിനി അരച്ചെടുക്കാം. ഞാനിപ്പോ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? ഇതിൽ കുറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒരുപാട് കൂടി പോവുകയാണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള കഷ്കശ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു വലിയ മുറി തേങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ തണുത്ത വെള്ളം അല്ലല്ലോ ചേർത്തത്, പക്ഷെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ നല്ല തണുപ്പോട് കൂടി തന്നെ കുടിച്ചെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വന്നാലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ്. ഫ്രൂട്ട്സോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രിങ്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കും. ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മടിക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.